എല്ലാവർക്കും നമസ്കാരം. ഈ സെഷനിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ഗോത്രവർഗക്കാർക്കിടയിൽ അതിൽ വന്നിട്ടുള്ള പരിണാമവും പ്രതിരോധവും ഇതാണ് ഇന്നത്തെ പ്രസ്താവിതമായിട്ടുള്ള വിഷയം. ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ ചന്ദ്രശേഖരനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാസ്കുലാർ സർജനായിട്ടുള്ള അദ്ദേഹം തൻ്റെ ഔദ്യോഗിക കർമ്മത്തിൻ്റെ ഭാഗമായിട്ടും അതല്ലാതെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും നിരവധി വ്യത്യസ്ത വിഭാഗങ്ങളുമായിട്ട് സംവദിക്കുകയും ആരോഗ്യത്തിൻ്റെ സാമൂഹിക മാനങ്ങളെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് നിരവധി വേദികളിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഡോക്ടർ ചന്ദ്രശേഖരനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി സാർ. ആദ്യമായി ഇങ്ങനൊരു വേദി സംസാരിക്കാൻ ഒരുക്കി തന്ന സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാൻ എത്രത്തോളം ക്വാളിഫൈഡ് ആണ് എന്ന് തന്നെ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിരുന്നു ഇത് കണ്ട അന്ന് മുതൽ. അപ്പം കാരണം ഗോത്രമേഖലയിൽ നല്ല സജീവമായ ആരോഗ്യ പ്രവർത്തനം നടക്കുന്ന ഒരുപാട് ഡോക്ടർമാരും മറ്റ് ഹെൽത്ത് കെയർ പ്രവർത്തകരും എല്ലാം നമുക്കിടയിലുണ്ട്. ഒരുപാട് പുരോഗതി നമ്മൾ ആരോഗ്യ മേഖലയിൽ ഗോത്രവർഗ്ഗങ്ങളുടെ വർഗ്ഗക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. കഴിഞ്ഞൊരു 30-35 വർഷമായിട്ട് ഒരുപാട് പുരോഗതി നമ്മൾ ഒരു സ്റ്റേറ്റ് എന്ന നിലയിലും രാജ്യമെന്ന നിലയിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഹെൽത്ത് ഇൻക്ലൂഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. നമ്മളൊരു മുഖ്യധാര ആരോഗ്യ മേഖലയിലേക്ക് ഒരു സമൂഹത്തിനെ കൊണ്ടുവരുന്നൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് വിജയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിണാമം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു 25-26 വർഷമായിട്ട് കണ്ട ഒരു പ്രോസസ്സാണ് പറയുന്നത്. അല്ലാതെ നേരിട്ട് ഇവരുടെ മേഖലയിൽ പ്രവർത്തിച്ച കഥകളോ ഒന്നും ഈ ഒരു വേദിയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് ഞാൻ ആളുമല്ല. അപ്പോൾ എൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 25 വർഷമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പം നമുക്കിപ്പം മാനന്തവാടിയൊക്കെ മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പ് ഇപ്പോൾ പാലക്കാട്, നിലമ്പൂർ, ഗൂഡല്ലൂർ, വയനാട് ഇവിടെ നിന്നുള്ള ഒരു മെയിൻ സ്ട്രീം എന്താ പറയുക ഗോത്രമേഖലയിൽ നിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം ആദ്യം റെഫർ ചെയ്യുന്നൊരു സെൻറ്റർ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയിരുന്നു. ഇപ്പോൾ അടുത്ത് മാനന്തവാടി ആശുപത്രി വരുന്നവർ ഇപ്പോഴും നമുക്ക് വരുന്നുണ്ട്. നമ്മൾ വലിയൊരു റെഫറൽ സെൻ്ററാണ്. അപ്പോൾ ഈ മാറുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു 25-26 വർഷമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറേ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഈ ഗൂഡല്ലൂരും വയനാട്, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ സന്നദ്ധ സംഘടനകളുടെ ആശുപത്രികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സേലം അടുത്ത് സിത്തലങ്കി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ലൊരു ട്രൈബൽ ഹോസ്പിറ്റലുണ്ട്. ഛത്തീസ്ഗഡിൽ നല്ലൊരു ട്രൈബൽ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെ പഠിച്ച PG വിദ്യാർത്ഥികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഇപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് എന്ന് ഒന്ന് ആണായിട്ട് പറയുകയാണ്. ഒരു 96, 95 മുതൽ നമ്മളൊരു 15 കൊല്ലത്തെ ചരിത്രം എടുത്താൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വന്നിരുന്ന അന്ന് ആരോഗ്യ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ കരടി അടിക്കലായിരുന്നു. കരടി പിന്നെയാണ് വീരപ്പൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കരടിയാണ് കാട്ടിലെ ഏറ്റവും ഭീകരജീവി എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുവരെ നമ്മൾ പുലിയും സിംഹമൊക്കെ ആണെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ കരടി ആക്രമണം കഴിഞ്ഞ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കരടി ആക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല മനുഷ്യൻ ബാക്കി. അപ്പം പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക വളരെ ഒരു ഭീകരാവസ്ഥയിലാണ് ഈ രോഗികളെ നമ്മൾ കാഷ്വാലിറ്റിയിലേക്കൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ വിചാരിക്കും ഇയാളെ കിട്ടില്ല, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും തിരിച്ച് കിട്ടില്ല എന്ന് വിചാരിക്കും. ഇത് 90കളുടെ കഥ ഞാൻ പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ. പക്ഷേ നമുക്ക് വളരെ അത്ഭുതകരമെണ്ണം നമ്മൾ എന്താ പറയുക ഇപ്പോൾ മുറിച്ചിട്ട മുറി കൂടുന്ന ശരീരം എന്നോ അല്ലെങ്കിൽ കാരിരുമ്പിൻ്റെ കരുത്തെന്നൊക്കെ പറയുന്ന മാതിരി ഒരു 10-15 ദിവസം കൊണ്ട് ഇവർ എണീറ്റ് പോകുന്നതാണ് നമ്മൾ കാണുക. അന്ന് ആൻറ്റിബയോട്ടിക്കും ഇല്ല, ഒന്നുമില്ല. ഈ ആൻറ്റിബയോട്ടിക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം നമ്മളിപ്പോൾ ഒരു പൈസ കൊടുത്ത് മേടിക്കണമെന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രൈബലാണെങ്കിൽ നമ്മൾ ഫണ്ട് എഴുതി സർക്കാരിൽ നിന്ന് അത് പാസ്സായി വരണം. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ പൈസയൊക്കെ പാസ്സായി വരുമ്പോഴത്തേക്കും പലപ്പോഴും ഇവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കായിക ബലമുള്ള ഒരു തലമുറയായിരുന്നു ഒരു 90കളിൽ അവിടുന്ന് റെഫർ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ചികിത്സിക്കാനും ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും രോഗം മാറി അവർ പോവും. പിന്നെ മറ്റ് സൂക്കടുകൾ, വയറിൽ കുടൽ പൊട്ടുക തുടങ്ങിയ അവർ പലപ്പോഴും അത് റെക്കഗ്നൈസ് ചെയ്യുക പോലും ഇല്ല. 15-20 ദിവസം കഴിഞ്ഞാണ് വരിക.
പക്ഷെ വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു സ്വമേധയാ സുഖം പ്രാപിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്, പ്രാപിച്ചിരുന്നു. പിന്നെ ഒരു 2000 കഴിഞ്ഞുള്ളൊരു 10 വർഷത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോഗ്യം എന്തുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സാധാരണ ഒരാളെ ചികിത്സിക്കുന്ന മാതിരി അവർക്കും ആൻറ്റിബയോട്ടിക്കുകൾ വേണം, അവർക്കും മുറിവുകൾ മരുന്ന് വെച്ച് കെട്ടണം, അവർക്കും ശസ്ത്രക്രിയകൾ സാധാരണ പോലെ വേണം. ആ ഒരു 10 കൊല്ലം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന രോഗങ്ങൾ അത്രത്തോളം കണ്ടിരുന്നില്ല. ഈ കോവിഡിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞ 2020 ഒക്കെ ശേഷമാണ്, കഴിഞ്ഞൊരു 5 വർഷത്തിലാണ് പ്രകടമായി ജീവിതശൈലി രോഗങ്ങൾ ഇവരെ ബാധിക്കുന്നത് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇതൊരു റെഫറൽ സെൻ്ററാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതിന് ആ ഒരു മുഖവിലേക്ക് എടുക്കണം. പലപ്പോഴും ഇതിലും കൂടുതലായിരിക്കും ശരിക്കുള്ള എന്താ പറയുക ശരിക്കുള്ള അവസ്ഥ. അപ്പോൾ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ശരിക്കും അഡ്രസ്സ് ചെയ്തിരുന്ന വിഷയങ്ങൾ എന്താ പറയുക, ഒന്ന് പോഷകാഹാരക്കുറവ്, ഇൻഫെക്ഷനുകൾ, മലേറിയ, ട്യൂബർക്ലോസ് തുടങ്ങിയ ഇൻഫെക്ഷനുകൾ, പിന്നെ എന്താ പറയുക ഇത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, മാതൃശിശു സംരക്ഷണം, ജനിതക രോഗങ്ങൾ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, ഇതൊക്കെയായിരുന്നു നമ്മൾ എന്താ പറയുക ആരോഗ്യ മേഖല ഗോത്രവർഗ്ഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറി അവരെ ഭേദമാക്കാൻ ശ്രമിച്ചിരുന്നത് ഈ മേഖലകളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെ ബാധിക്കുന്ന ശരിക്കും ഈ മേഖലകളിലൊക്കെ നമ്മൾ നല്ല പുരോഗതി നടത്തുന്നുണ്ട്. നമുക്ക് ഇതിനെല്ലാത്തിനും എന്താ പറയുക ഫോർമൽ സിസ്റ്റംസും പ്ലാൻസും എല്ലാം ഉണ്ട്, ആക്ഷൻ പ്ലാൻസും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ റാമ്പൻ്റായിട്ട് കാണുന്നത് ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ. 4-ൽ 1 ആളെ എടുത്താൽ ഹൈപ്പർ ടെൻസീവാണ്. അതും പലപ്പോഴും അൺഡിറ്റക്റ്റഡ് ആണ്, കാണുന്നില്ല, തിരിച്ചറിയുന്നില്ല. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മളത് പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. ഒരു 20 കൊല്ലം മുമ്പ് നമ്മളൊരു ഷുഗറുള്ളൊരു ഗോത്രവർഗ്ഗ മരുന്ന് വരുന്ന ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അത്രയ്ക്ക് ആരോഗ്യമായിരുന്നു അവർക്ക്. പിന്നെ രണ്ടാമത് ഡയബറ്റിസ്, വളരെ യങ് പേഷ്യൻസ് ഡയബറ്റിസ്, 40 വയസ്സിന് കീഴെയുള്ള, അത് നമ്മൾ ഈ നഗരപ്രദേശങ്ങളിൽ കാണുന്ന തടിയുള്ള ഡയബറ്റിക്സ് അല്ല, മെലിഞ്ഞ ഡയബറ്റിക് ആൾക്കാർ ഒരുപാട് പേരെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പിന്നെ എന്താ ക്യാൻസറുകൾ, വളരെ റാമ്പൻ്റാണ് ക്യാൻസറുകൾ. പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇൻഫെർട്ടിലിറ്റി, നമ്മൾ തീരെ ഒട്ടും ആലോചിക്കാത്തൊരു സാധനമാണ് ഇൻഫെർട്ടിലിറ്റി. ഇവിടെ നഗരമധ്യത്തിൽ കൂണുപോലെ ഇൻഫെർട്ടിലിറ്റി സെൻ്ററുകൾ മുളയ്ക്കുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇവിടുത്തെ മാത്രം ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി റാമ്പൻ്റായിട്ട് ഇൻഫെർട്ടിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഈ മേഖലകളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആരോഗ്യ സംവിധാനത്തിന് എത്രത്തോളം കടന്നു കയറാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം ഇതെല്ലാം പുതിയ രോഗങ്ങളാണ് ഈ മേഖലകളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നഗരങ്ങളിൽ ഇതെല്ലാം പഴയ രോഗങ്ങളായി മാറി. 25-26 കൊല്ലമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പുത്തിരിയില്ല, എല്ലാവരും കേട്ടാൽ ആർക്കും ഒരു പുതുമയുമില്ല. പ്രമേഹം എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. മിക്ക വീടുകളിലും ആൾക്കാർക്ക് പ്രമേഹം സ്വന്തം ചികിത്സിക്കാൻ അറിയാം. ഡയറ്റും ചികിത്സയും പ്രമേഹ വിദഗ്ധന്മാർ ഊണുപോലെ വിദഗ്ധന്മാരുണ്ട് ഇവിടെ നഗരത്തിൽ. അപ്പം പ്രമേഹം, പക്ഷേ ഈ ഗോത്രമേഖലകളിൽ പലയിടത്തും പ്രമേഹവും BP-യും ഒക്കെ പുതിയ രോഗങ്ങളാണ്. അപ്പം ആരോഗ്യ മേഖലയിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് പലപ്പോഴും ഇതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു മാറ്റിയെടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള പഠനങ്ങൾ എത്രത്തോളം നടന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ ലിറ്ററേച്ചർ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് പഠനങ്ങളെ ഇത്തരം രോഗങ്ങളിൽ നടന്നിട്ടുള്ളൂ. നമ്മൾ ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ മിക്ക രോഗങ്ങളും ഈ പഴയ രോഗങ്ങളാണ്. മാൽന്യൂട്രീഷനെ പറ്റി ഒരുപാട് പഠനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതേപോലെ സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, ഇതൊക്കെ വളരെ വ്യാപകമായി പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഈ പുതിയ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ പരിമിതമാണ്. നമ്മൾ ലിറ്ററേച്ചർ നോക്കിയാലും എല്ലായിടത്തോളം അതിനുള്ള നാഷണൽ ലെവൽ പ്രോഗ്രാംസോ സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാംസോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കുറവാണ്. ഇല്ല എന്നല്ല, തിരിച്ചറിവ് ഇല്ലാഞ്ഞിട്ടല്ല, ആയി വരുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, പക്ഷേ ഒരുപാട് ദൂരം ഇതിൽ മുന്നോട്ട് പോകാനുണ്ട്. കാരണം പുതിയ രോഗങ്ങളാണ് ഇവരെ സംബന്ധിച്ചോളം. ആരോഗ്യം പലപ്പോഴും നമ്മൾ ഒരു ജൈവ അവസ്ഥയായിട്ട് കാണുന്നതിൽ നിന്ന് ആരോഗ്യം കുറേ കൂടി ഒരു സാമൂഹ്യമായ ആരോഗ്യവും അനാരോഗ്യവും ഏറെക്കുറെ സാമൂഹ്യമായ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പേഴ്സ്പെക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി നമ്മൾ ചില വ്യക്തികൾ നമുക്ക് അനാരോഗ്യമായ ഒരു തലമുറയാണ് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരോഗ്യകരമായ ജീവിതത്തിൽ നിന്നും നമ്മൾ പതുക്കെ അകലുകയാണ് എന്നുള്ളൊരു പ്രവണത. ഇപ്പോൾ ഈ ഗോത്രവർഗ്ഗക്കാർക്കിടെ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരാ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മുഖ്യധാരാ സമൂഹത്തിൻ്റേതായ ജീവിതശൈലികൾ കുറെ കൂടി അനുവർത്തിക്കുന്നതോട് കൂടിയിട്ട് അവർക്കും അതേ രോഗങ്ങൾ ഇതുപോലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും ഇത്തരം രോഗങ്ങൾ വ്യാപകമാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ മനസ്സിലാക്കേണ്ടത്. പരമ്പരാഗതമായ വൈദ്യശാസ്ത്ര വിജ്ഞാനീയം ഏറെക്കുറെ ഇത്തരം വിഭാഗങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വളരെ വലിയൊരു പങ്ക് ഒരു കാലത്തുണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ ഈ വാക്സിനേഷനും മറ്റൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ മുഖ്യധാര മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ വാക്സിനേഷനും ഈ ഇത്തരം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങും എല്ലാം
വളരെ മനഃപൂർവ്വം കൃത്രിമമായി നൽകപ്പെടേണ്ട ഒരു കാര്യമാകുമ്പോൾ സ്വാഭാവികമായ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള ഈ പറയുന്ന അവരുടെ ഭൗമ പരിസ്ഥിതിയിൽ നിന്ന് തന്നെയുള്ള ആരോഗ്യം ആർജിക്കുന്നൊരു പ്രക്രിയ അത് നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർ കരുതുന്നുണ്ടോ? അതുകൊണ്ടാണോ അതോ കൂടുതൽ ഈ പറയുന്ന ഇപ്പോഴും ഈ ആരോഗ്യം എന്ന് പറയുന്നതിൻ്റെ കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ള മാറ്റമാണോ അതോ? രണ്ടും ഭാഗികമായി ശരിയാണ്. പക്ഷേ ജീവിത രീതികളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആരോഗ്യവുമായി നമ്മൾ കാട് കയറിയപ്പോൾ നമ്മുടെ അനാരോഗ്യവും കൂടെ നമ്മൾ ഒരു പക്ഷെ കൊണ്ടുപോയി എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ന് രാവിലെ റൗണ്ട്സ് എടുക്കുമ്പോൾ അട്ടപ്പാടിയിൽ നിന്ന് ഒരമ്മ അവിടെ കിടക്കുന്നുണ്ട്. അവരുടെ മകൻ അവിടെ ഇരുന്ന് കഴിക്കുന്നത് ലേസും എന്തോ ഒരു ജ്യൂസുമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് പുതുമയുണ്ടായ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അവിടേക്ക് ഇത് വ്യാപകമായി കിട്ടുന്നുണ്ട്. പിന്നെ ഭക്ഷണ രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇത് നേരിട്ട് അറിയുന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ മേഖലകളിൽ. അപ്പം ഭക്ഷണ രീതി എന്ന് പറയുമ്പം നമ്മൾ ഈ മാൽന്യൂട്രീഷൻ വലിയൊരു പ്രശ്നമായിരുന്നു ഒരു കാലത്ത്. എന്നുവെച്ചാൽ പോഷകാഹാരക്കുറവ്. ഇത് പരിഹരിക്കാൻ എന്നോണം നമ്മൾ കൊണ്ടുപോയി കൊടുത്തത് ഇവിടുത്തെ അരിയും ഇവിടുത്തെ പാൽപ്പൊടിയും ഒക്കെയാണോ എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതായിരുന്നിരിക്കില്ല അവിടുത്തെ തദ്ദേശീയമായ ഭക്ഷണ രീതിയും ആഹാര രീതിയും ആയിരുന്നില്ല. ഇപ്പം മുളയരി എന്ന് പറയുന്നൊരു സാധനം നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. മുളയരി എനിക്ക് തോന്നുന്നൊരു ഒരു അത്യാവശ്യം നല്ലോണം ഉപയോഗിച്ചിരുന്നൊരു ഡിഷാണ് മുളയരി. പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന രീതി, എണ്ണ എത്രത്തോളം ഉപയോഗിച്ചിരുന്നു എനിക്കറിയില്ല. ചുട്ട് കഴിക്കലായിരുന്നു കുറച്ചുകൂടെ ഒരു വ്യാപകമായി ഉണ്ടായിരുന്നൊരു ആഹാര രീതി. അപ്പം ഇതിലെല്ലാം മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ആഹാര രീതികളെല്ലാം അവലംബിച്ചതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇത്രയും പ്രമേഹവും പ്രഷറും ക്യാൻസറും എല്ലാം ഉള്ളത് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഗോത്രമേഖലകളിലേക്കും നമ്മൾ പകർന്നു കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ മറ്റൊരു പ്രശ്നം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സബ്സ്റ്റൻസ് അബ്യൂസാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് വലിയൊരു ഇഷ്യൂ ആണ്. ആൽക്കഹോളായിട്ടും അല്ലാതെയും സ്മോക്കിങ്ങും ഒക്കെ ആയിട്ട് അത് വ്യാപകമായി, പ്രത്യേകിച്ച് ഇപ്പം ഇവർ ജോലിക്കാരായി മാറിയ മേഖലകളുണ്ട്. എനിക്ക് തോന്നുന്നു ലാൻഡ് ഏലിയനേഷൻ എന്തോ അതിന് പറയുക. അതായത് എൻ്റെ മണ്ണിൽ, ഞാൻ രാജാവായി വാണിരുന്ന ഒരു മണ്ണിൽ ഞാൻ ജോലിക്കാരനായി മാറുന്ന ഒരു പ്രോസസ്സ്. ഇപ്പോൾ കാട് തോട്ടമായി മാറുന്നു, കാടിൽ ജീവിച്ചിരുന്ന ഞാൻ തോട്ടം തൊഴിലാളിയായി മാറുന്നു. അപ്പോൾ ആ പ്രോസസ്സാന്ന് തോന്നുന്നു ലാൻഡ് ഏലിയനേഷൻ നമ്മൾ പറയുക സാധാരണ. സാറിന് കുറച്ചുകൂടെ അറിയുന്നുണ്ടാവും. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ ജോലിക്കാരൻ ആയി മാറിയ ഒരാൾ ഒരു ദിവസക്കൂലി അന്ന് വൈകുന്നേരം തന്നെ അത് മദ്യമോ എന്തെങ്കിലും ആയി അത് വീടുകളിലേക്ക് പകർന്ന് കിട്ടുന്നില്ല. ഇവർ ജോലിയിൽ ഭൂമി പോയി. അപ്പം സ്വാഭാവികമായും ഭക്ഷണ രീതികളും മറ്റേ സാധനവും എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സഫറേഴ്സ് ശരിക്കും പറഞ്ഞാൽ എഗെയിൻ വുമൺ ആൻഡ് ചൈൽഡ് ഹെൽത്തിലാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ അതിന് നമുക്ക് ഒരുപാട് പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്, മെറ്റേണൽ ഹെൽത്തും ചൈൽഡ് ഹെൽത്തും ഒക്കെ ആയിട്ട്. പക്ഷേ ഈ റൂട്ട് കോസ് നമ്മൾ ചികിത്സിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഭക്ഷണ രീതിയിൽ വ്യാപകമായി മാറ്റം വന്നിട്ടുണ്ട്. ഭക്ഷണം വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ കൂടുതൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം മുമ്പും ഇത്രയും പ്രമോഹം അവിടെ ഉണ്ടായിരുന്നോ, അത് ഒരു ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റാഞ്ഞായിരുന്നോ നമുക്കറിയില്ല. വേറെ എന്തെങ്കിലും ചികിത്സാ രീതികളായിരുന്നിരിക്കും ചിലപ്പോൾ അവലംബിച്ചിരുന്നത്, പച്ചമരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സാ രീതികൾ അവലംബിച്ചിരുന്നിരിക്കാം. ഇപ്പോൾ ആരോഗ്യമേഖല അങ്ങോട്ട് കടന്ന് കയറുന്നതിനെ തുടർന്ന് നമ്മൾ കൂടുതൽ പിക്കപ്പ് ചെയ്യുന്നതും ആവാം. പക്ഷെ അത് ചെറിയൊരു ശതമാനമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേതുണ്ട് സാർ ആദ്യം പറഞ്ഞ ഒരു ഫിനോമിനൻ ഇതിൽ എന്തായാലും ഉണ്ട്. ഏതെങ്കിലും പോളിസി ഇനിഷ്യേറ്റീവ് ഇക്കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര പര്യാപ്തമല്ല എന്ന് തോന്നുന്നു. ഇത്തരം പല വിഷയങ്ങളും ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ പലപ്പോഴും പ്രത്യേകിച്ച് ഈ പറയുന്ന ഗോത്രവിഭാഗക്കാർക്കിടയിലൊക്കെയുള്ള ആരോഗ്യത്തെ കുറേം കൂടി, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിൽ നിന്ന് വിട്ടു വരുമ്പോൾ ഉണ്ടാകുന്ന ഈ അസ്വാസ്ഥ്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പോളിസി സജഷൻസോ റെക്കമെൻഡേഷൻസോ ഡോക്ടർ എക്സ്പീരിയൻസ് പറയാനുണ്ടോ? ഈ നമ്മൾ NCDs എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന ഒരു കൂട്ടം രോഗങ്ങളാണ്, പകർച്ചവ്യാധികളല്ല. പകർച്ചവ്യാധികളെ നമ്മൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ NCDsൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഗോത്രമേഖലയിലല്ല, ഇപ്പോൾ നഗരങ്ങളിൽ പോലും നമ്മളിത് എത്രത്തോളം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി വലിയൊരു ചോദ്യമാണ്. കാരണം ഈ നമ്മൾ എന്താ പറയുക, മനുഷ്യനെപ്പോഴും അവൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് മാറാത്തിടത്തോളം കാലം, നമ്മുടെ ജീവിത രീതികൾ മാറാത്തിടത്തോളം കാലം ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു പോളിസി മേക്കർക്കോ എത്രത്തോളം ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നറിയില്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നടക്കുന്നത് മൈക്രോ
എന്താ പറയുക ഇൻ്റർഫിയറൻസ് ആണ്, ചെറിയ ലോക്കൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് മാറ്റങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനോ അല്ലെങ്കിൽ ചെറിയ അവിടെ എനിക്കൊന്ന് കൗൺസിൽ എന്നാണ് പറയുക പുറത്തൊക്കെ, ഒരു കൗൺസിൽ ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് ആണ്, അല്ലാണ്ട് വലിയൊരു സർക്കാർ വലിയൊരു പഞ്ചവത്സര പദ്ധതിയോ വലിയൊരു പ്ലാനോ ഒരുപാട് ഫണ്ടിങ്ങോ വെച്ച് ചെയ്യുന്നതല്ല. ബോധവൽക്കരണമാണ് വലിയൊരു ഫാക്ടർ. അതിപ്പം അവിടെ ആയാലും ഇവിടെ ആയാലും നഗരത്തിലായാലും എന്താ പറയുക ഇപ്പോൾ ഒരു ട്രൈബൽ മേഖലയിലായാലും എഡ്യൂക്കേഷനാണ് വലിയൊരു ഫാക്ടർ. എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കരുത്, എത്ര ശരീരം അനങ്ങണം, എത്ര അനങ്ങരുത്, എന്ത് ചെയ്യരുത്, എന്ത് കഴിക്കരുത്, ഈ ഒരു ഒരു മാറ്റം എനിക്ക് തോന്നുന്നു കൊണ്ടുവരാൻ സമയമെടുക്കും. അപ്പം നഗരമേഖലയിൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ അത് തുടങ്ങിയിട്ടുണ്ട് ആ പ്രോസസ്സ്. ഇപ്പം എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലങ്ങളിലും ആയുഷ് കേന്ദ്രങ്ങളുണ്ട്, NCD ക്ലിനിക്സ് ഉണ്ട്, PHCകളിലൊക്കെ ഇപ്പോൾ NCD ക്ലിനിക്സ് പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പലയിടത്തും ഹെൽത്ത് ബന്ധപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ സമാന്തരമായിട്ടുള്ള പ്രവർത്തികൾ ഒരു ട്രൈബൽ മേഖലകളിലേക്കും എത്തിപ്പെടാൻ ചിലപ്പോൾ ഒരു 5-10 കൊല്ലം കൊണ്ട് എത്തുമായിരിക്കും. പക്ഷേ എത്തണം, കാരണം രോഗം വരുന്നത് നമ്മുടെ ഇതിനേക്കാളും സ്പീഡിലാണ് രോഗത്തിൻ്റെ ഇത് കൂടി വരുന്നത്. നമ്മൾ എത്തിപ്പെടുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരുപാട് എണ്ണം കൂടിയേക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പകർച്ചവ്യാധി മാതിരി അത് പെട്ടെന്ന് തിരിച്ചറിയൂല, അതവിടെ കിടക്കും. അപ്പോൾ ഒരാൾ അതൊരു കോംപ്ലിക്കേഷനായി വരുമ്പോഴാണ് പലപ്പോഴും അയാൾ പോലും അതിനെപ്പറ്റി അറിയുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഹെൽത്ത് ചെക്കപ്പുകളുണ്ട്, കൃത്യമായിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഷുഗർ നോക്കും, പ്രഷർ നോക്കും, ചെറിയ അസുഖം വരുമ്പോഴേ ഡോക്ടറെ കാണും. ആ ഒരു അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത്രയും ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഇവിടെ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് അങ്ങനെയല്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ തലയിലൊരു ബ്ലീഡിങ്ങോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അറ്റാക്കോ ഒക്കെ ആയി വരുമ്പോഴാണ് അത് പലപ്പോഴും അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് ആ വ്യക്തിയോ അല്ലെങ്കിൽ അയാളുടെ കുടുംബമോ റിയലൈസ് ചെയ്യുക. അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട് ഇതിന്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും മെഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതായത് നമ്മൾ പലപ്പോഴും ജീവിതശൈലി കൊണ്ട് തന്നെ അതിന് പ്രതിവിധി കണ്ടെത്തുന്നതിന് പകരം കൂടുതൽ ഈ എന്താ പറയുക മരുന്നുകൾ കൂടുതൽ, അപ്പോൾ ഓവർ ആയിട്ട് നമ്മൾ അമിതമായ ഇതിനൊരു വലിയ വാണിജ്യമായ ഒരു താല്പര്യം കൂടി ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു ഇതുണ്ടെന്ന്. അപ്പോൾ അത് പൊതുവേ അതിനെ അത്തരം വിഷയങ്ങളിൽ ബോധവൽക്കരിക്കാൻ, അതായത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് തന്നെ നമുക്ക് സാധാരണ ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രതിവിധികൾക്ക് പകരം മരുന്നുകൾ എഴുതി നൽകുന്ന അത്തരം എന്തെങ്കിലും, ഇപ്പോൾ IMA ഒക്കെ ഭാഗമായിട്ട് അങ്ങ് പ്രവർത്തിച്ചാണല്ലോ, അപ്പോൾ അതിലൊക്കെ അത്തരം എന്തെങ്കിലും ഈ അമിതമായ മരുന്നുകളുടെ ഉപയോഗം കുറച്ച് ജീവിതശൈലിയിൽ തന്നെ വ്യക്തമായി മാറ്റം വരുത്തിക്കൊണ്ട് ആരോഗ്യം മരുന്നുകളിലൂടെ നേടേണ്ടതല്ല, നമ്മുടെ ശൈലിയിൽ വരേണ്ട മാറ്റത്തിലൂടെ ആർജിക്കേണ്ടതാണെന്നുള്ളൊരു കാഴ്ചപ്പാട്. അത് ഈ പറയുന്ന ചിലപ്പോൾ വലിയൊരു ക്യാപിറ്റലിസ്റ്റ് ഒരു സൊസൈറ്റിയുടെ ഭാഗമാകൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയൊരു പെട്ടിയാണ് തുറക്കുന്നത്. പക്ഷേ അത്തരം ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തികൾ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ IMA ഭാഗമായിട്ടൊക്കെ ഒരുപാട് ബോധവൽക്കരണം, IMA മാത്രമല്ല ഒരുപാട് സന്നദ്ധ സംഘടനകൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു സാധനമുണ്ട്, ഇത്രയും കാലം ഇപ്പോൾ രോഗി പരിചരണമൊക്കെ ആയിട്ട് നടന്നൊരു, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയല്ല ഞാൻ പറയുന്നത്, ഇപ്പം ഗോത്രമേഖലയിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നഗരമേഖലയിൽ നമുക്ക് മരുന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മരുന്ന് ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, അയാൾ സ്വാഭാവികമായും നിങ്ങൾക്ക് 2 എക്സസൈസും കുറച്ച് ഭക്ഷണ രീതിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൃപ്തരായിരിക്കും. നമുക്ക് മരുന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ ഞാൻ BP ക്ക് ഒരു 4 മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷുഗറിന് ഞാനൊരു 5 മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് വളരെ അഭിമാനപൂർവ്വം പറയുന്നൊരു സമൂഹമായി നമ്മൾ എങ്ങനെയോ മാറിപ്പോയി. അപ്പം ഇതിൽ ഭാഗികമായി ഡോക്ടർമാരും കുറ്റക്കാരാണ്, കാരണം അത് പഠിപ്പിച്ചെടുത്തത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ അഭിമാനത്തോടെ പറയുന്നൊരു സാധനമാണ്, എനിക്ക് 3-4 ഗുളികയുണ്ട്, രാവിലെ BP യുടെ മരുന്ന് ഞാൻ കഴിക്കും എന്ന് നമ്മൾ വളരെ സന്തോഷപൂർവ്വം പറയുന്നതാണ്. പക്ഷെ തിരിച്ചാണ് ബോധവൽക്കരണം വേണ്ടത്. സാറ് പറഞ്ഞ മാതിരി മരുന്നുകൾ കുറച്ചുകൊണ്ട് ആരോഗ്യപരമായി ഭക്ഷണ രീതിയും ഒക്കെ പ്രിവെൻഷനാണ് ശരിക്കും ആവശ്യം. വന്നു കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതിനേക്കാളും പ്രിവെൻഷൻ എനിക്ക് സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം ശരിക്കും. ഇപ്പം എവിടെയായാലും നമ്മൾ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് എഡ്യൂക്കേഷൻ തുടങ്ങണം. ഇപ്പം എത്ര സ്കൂളുകളിൽ ഒരു എന്താ പറയുക സജീവമായ ഒരു എക്സർസൈസ് പ്രോഗ്രാം ഉണ്ട് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറവാണ്, ഒരിടത്തും ഇല്ല. ഭക്ഷണത്തിനെ പറ്റി എത്ര സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എൻവയൺമെൻറ്റൽ സയൻസിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ മക്കളുള്ളപ്പോൾ കാണുന്നുണ്ട്. അതിലൊക്കെ വളരെ പരിമിതമായൊരു കണ്ടൻറ്റേ അതിലുള്ളൂ. ഈ ഭക്ഷണത്തിനെ പറ്റിയും നമ്മൾ എന്താ പറയുക ആസക്തികളിൽ പോയി പഠിരുതെന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്ത് കഴിക്കണം, എത്ര ഫൈബർ ഭക്ഷണത്തിൽ കൊടുക്കണം, എന്തൊക്കെ ഇതാണ് കഴിക്കേണ്ടത്, ഇപ്പം എന്ത് കഴിക്കരുത്, കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കുട്ടികളെ നമുക്കിപ്പം ഇവിടെ ആയാലും അവിടെ ആയാലും എവിടെയായാലും പഠിപ്പിച്ചെടുക്കുമ്പോൾ മാത്രമേ ഇത്തരം രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനും പിടിക്കാനും എല്ലാം സാധിക്കുള്ളൂ. ഇൻ്റർവെൻഷനേക്കാളും പ്രിവെൻഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേണ്ടത്. നിങ്ങളുടെ ഭാഗത്തുള്ള ചോദ്യങ്ങൾക്കുള്ള അവസരമാണ് ഈ ഒരു ചർച്ചയിൽ
ഇത് ഗോത്രമേഖലയിലെ ആരോഗ്യ പ്രശ്നത്തിന് ഒരു പരിധിവരെ ആരോഗ്യവകുപ്പ് തന്നെയല്ലേ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്രമേഖല എന്ന് പറഞ്ഞാൽ ഒരു പൊതു ഇതല്ല, പല തരം ജീവിത രീതിയുള്ള പല സംസ്കാരമുള്ള സമൂഹങ്ങളാണ്. കർഷകരായിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ വനവിഭവം ശേഖരിച്ച ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഈ ആരോഗ്യവകുപ്പ് പൊതുവെ എല്ലാ മനുഷ്യർക്കും ഒരേ തരം മരുന്ന് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഒരുപക്ഷെ മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴും ആ രീതി തന്നെയാണ് തുടരുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഗോത്രമേഖലയിൽ പലതരം അവരുടെ തന്നെ തനത് മരുന്നുകളുണ്ട്, നമ്മൾ നാട്ടുവൈദ്യം. അപ്പോൾ ഈ മരുന്നുകളെയൊന്നും പ്രത്യേകിച്ചും IMA പോലെയുള്ള സംഘടനകളോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല, സർക്കാരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ട്രൈബൽ മിനിസ്ട്രിയൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നാഷണൽ ലെവലിൽ. അതേ സമയത്ത് കേരളത്തിലാണ് കിട്ടാഡ്സും ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവർക്ക് ഗ്രാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പ് ഒരിക്കലും സമ്മതിക്കില്ല, അത് അൺസയൻറ്റിഫിക് ആണെന്നുള്ളത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതിന് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെയുള്ള പഠനങ്ങൾ നടക്കുന്നില്ല. പക്ഷേ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിൻ്റെ ബയോകെമിസ്ട്രി അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. എന്നിട്ട് അതിന് മെഡിസിൻ വാല്യൂ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഇപ്പം TBGRA പോലുള്ള ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം ഒരിക്കലും ഗോത്രമേഖലയിൽ കിട്ടുന്നില്ല. അതൊരു ഭയങ്കര കോൺട്രഡിക്ഷൻ. ശരിക്കും ആരോഗ്യവകുപ്പ് തന്നെ ഇതിനകത്ത് ഇപ്പം ഇൻഡിജിനസ് നോളജിൻ്റെ ഒരു വലിയ തിരിച്ചറിവ് ഉണ്ട് ആഗോളതലത്തിൽ തന്നെ. അതിൻ്റെ ഒരു അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഗോത്രമേഖലയിലും അവരുടെ അറിവുകൾ അവരുടെ സംസ്കാരത്തിന് ആ പ്രാദേശികമായിട്ടുള്ള അതിന് ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, അതുപോലെ ഭക്ഷണത്തിൻ്റെ ഇപ്പം അട്ടപ്പാടിയിലെ റാഗീൻ്റെയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അത് ആരോഗ്യവകുപ്പും കൂടി ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എടുക്കേണ്ടതാണ്, തീർച്ചയായും എടുക്കേണ്ടതാണ്. മരുന്നുകളെ പറ്റി പറഞ്ഞപ്പോൾ ഒരു സാധനം കൂടെ പറയാം. ഇത് ബ്രാൻഡിൽ വിളിച്ചാലും ഈ സഹ്യപർവ്വതം എന്ന് പറയുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഒരുപാട് അത്രയും ഫ്ലോറൽ ഡൈവേഴ്സിറ്റി ഉള്ളൊരു വനമേഖല വേറെ ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എത്രയോ ഒരു 10-2000 കൊല്ലത്തെ മരുന്ന് കൂട്ടുകളും അതിൻ്റെയൊക്കെ ഒരു ചരിത്രമുണ്ട്. നമ്മൾ ശരിക്കും സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ഇപ്പം മെയിൻ സ്ട്രീം മോഡേൺ മെഡിസിൻ ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിയാതെ ഒരുപാട് ചികിത്സകൾ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ, ഈ പച്ചമരുന്നും കൂട്ടുകളും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മോഡേൺ മെഡിസിൻ്റെ അച്ചുതണ്ടിൽ എപ്പോഴും ഒരു മോളിക്യൂളിനെ പറ്റിയാണ് പരാമർശിക്കുക. ഇപ്പം പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു മോളിക്യൂളിനെ പറ്റിയാണ് നമ്മൾ എപ്പോഴും പരാമർശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അച്ചുതണ്ടിൽ ഒരിക്കലും ഇതിനെ കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മളിപ്പം ഒരു പച്ചമരുന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ 10,000-കണക്കിന് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരിക്കലും മോഡേൺ മെഡിസിന് മനസ്സിലാവില്ല. അപ്പം അത് അങ്ങനെ തന്നെ കൊടുത്താലേ അതിൽ ഫലം കിട്ടുന്നുള്ളൂ എന്നാണ് ഈ സമാന്തര മേഖലയിൽ. ഇപ്പം മനുവിൻ്റെ ഫാദറൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അദ്ദേഹം ബോട്ടണിസ്റ്റ് ആണ്, സാറിനറിയാം. അപ്പോൾ ഇതിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ മോഡേൺ മെഡിസിനിൽ എടുക്കുന്ന പല മരുന്നുകളും അവസാനം വന്നിട്ടുള്ളത് ഇങ്ങനത്തെ പല ഇലകളിൽ നിന്നും കായകളിൽ നിന്നുമാണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്ലാവനോയിഡ്സ് ഉണ്ട്. ഫ്ലാവനോയിഡ്സ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് നാരങ്ങയുടെ തോലിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റാണ്. അപ്പോൾ ഇതൊന്നും സിന്തറ്റിക് അല്ല, എല്ലാം നാച്ചുറൽ തന്നെയാണ്. അപ്പോൾ ഒരു മോളിക്യൂൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നിടത്ത് പലപ്പോഴും അതിനെ നമ്മൾ സ്വായത്തമാക്കും. ഏതെങ്കിലും ഒരു മോളിക്യൂളാണെങ്കിൽ 100-ലധികം മോളിക്യൂളാണ് ഈ സാധനം ഉണ്ടാക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ പിടിവിട്ട് പോകും. കാരണം അതിനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വാണിജ്യവൽക്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൽ ശരിക്കൊരു പരിമിതി. ഇതിൽ ഒരുപാട് റിസർച്ചിന് സ്കോപ്പുള്ളൊരു സാധനമാണ്. ആര് ടേക്കപ്പ് ചെയ്യും എന്നുള്ള, ഈ പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നുള്ള വലിയൊരു പ്രശ്നം ഇതിലുണ്ട്. കാരണം ഞാനിതിൽ കുറച്ച് ആഴത്തിൽ പഠനം നടത്തിയ ഒരാളാണ്. കാരണം ആയുർവേദം ഇവരുടെ നാട്ടുവൈദ്യത്തിനെ ഉൾക്കൊണ്ടിട്ടില്ല, മോഡേൺ മെഡിസിൻ ഉൾക്കൊണ്ടിട്ടില്ല, ഹോമിയോ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ ആയുഷ് എന്ന് പറയുന്നതിലോ മോഡേൺ മെഡിസിനിലോ ഒന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പോൾ ആയുഷിൽ ചെയ്ത മാതിരി ആയുഷിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്താൽ ചിലപ്പോൾ ഇത് ഇപ്പം സാർ ഉദ്ദേശിച്ച മാതിരി കാര്യങ്ങൾ നടക്കും. പക്ഷേ ഇൻക്ലൂഡ് ചെയ്യണം, കാരണം അത് അത്രയും ഒരു റിച്ച് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സാധനമാണ്. ഒരുപാട് പഠന സാധ്യതകളുണ്ട്. ആര് പഠിക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് ഇതിൽ. ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ആയുർവേദവും ഇതും ഒന്നാണെന്നാണ്. ആയുർവേദം വേറെയാണ് എന്നാണ് ആയുർവേദക്കാർ പറയുന്നത്. ഒരു വലിയ വിവാദപരമായ പലപ്പോഴും അത് വളരെ ശരിയാണ്. കാരണം പലപ്പോഴും ഇൻഡിജിനസ് മെഡിക്കൽ പ്രാക്ടീസസും ആയുർവേദവും ഒന്നാണെന്നുള്ളൊരു പ്രതീതി നമ്മളിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ കൊമേഴ്ഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ളൊരു മെഡിക്കൽ പ്രാക്ടീസാണ് ആയുർവേദം. അതിൽ പലതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടില്ല. പല പച്ചമരുന്നുകളും ലഭ്യമാവാതെ തന്നെ ആയുർവേദിക് മെഡിസിൻസ് അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കോണ്ടൻറ്റിലൊക്കെ ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിലൊന്നും
പറയുന്ന പോലെ ഈ തദ്ദേശീയ വൈദ്യശാസ്ത്ര വിജ്ഞാനീയത്തെ താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൽ ആ ഒരു നാട്ടുവൈദ്യനും മുഖ്യധാര മെഡിക്കൽ പ്രാക്ടീസസും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷൻസിനെ കുറിച്ചിട്ടും വളരെ വിശദമായി ചർച്ച ചെയ്യുന്നൊരു നോവൽ. അപ്പോൾ അത് സമൂഹത്തിൽ നിന്ന്, ഇപ്പോൾ സാറ് ഡോക്ടർ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ചിന്തകളായിട്ട്, ഇപ്പോൾ നല്ലൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചതിന് നമ്മുടെ പൊതുവായി ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇനി ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സാറേ, അന്നം തന്നെയാണ് ഔഷധം എന്ന് പറയാറുണ്ടല്ലോ. അവർക്ക് വെളുപ്പിച്ച് അരി കൊടുക്കാൻ തുടങ്ങിയതും അമേരിക്കയുടെ ഗോതമ്പ് മാവ് കൊടുക്കാൻ തുടങ്ങിയതും ഒക്കെ ആയിരിക്കാം അവരുടെ ഇൽ ഹെൽത്തിന് കാരണമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വയനാട്ടിൽ നിന്നാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ 90 വയസ്സായ അമ്മച്ചിമാർക്ക് പോലും വളരെ സൂക്ഷ്മ ദൃഷ്ടിയോടെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ കാണുന്ന അവരെയാണ്. ഒരു പക്ഷേ അവരുടെ ഫ്ലോറൽ ഡൈവേഴ്സിറ്റി നശിച്ചു പോയതും വന നിയമങ്ങളും ഒക്കെ അത് ആയിരിക്കും അതിനൊരു കാരണം. മാത്രവുമല്ല ഔഷധ വിപണിയുടെ കച്ചവടക്കണ്ണും അതിനൊരു കാരണമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സാറിൻ്റെ അഭിപ്രായം ആരായുന്നു? അല്ല, അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. നമ്മൾ വിപണി എന്ന് പറയുമ്പോൾ ഈ വിപണി നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്തൊരു വിപണിയാണ്. നമ്മളോ നമ്മുടെ പൂർവികരോ ഒക്കെ ആയിട്ട് ഒരു ഒറ്റപ്പെട്ടൊരു സാധനമല്ല വിപണി എന്ന് പറയുന്നത്. അപ്പം ഈ ഗോത്രമേഖലയിൽ ഇതിനുള്ള പ്രതിരോധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാഗികമായെങ്കിലും ഒരു തിരിച്ചുപോക്കാണ്. മരുന്നിൽ എത്രത്തോളം ഈ പറഞ്ഞ മാതിരി എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ നാട്ടുവൈദ്യത്തിൻ്റെ ഒരു എക്സ്പെർട്ടല്ല. കുറച്ച് അറിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഭക്ഷണത്തിൽ തീർച്ചയായും ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി റാഗി വലിയ തോതിൽ കൺസ്യൂം ചെയ്തൊരു സാധനമാണ്. റാഗി മാറിയാണ് അരിയായത്. നമ്മളിപ്പോൾ പറഞ്ഞ റേഷൻ അരി കഴിക്കാൻ തുടങ്ങിയത്. വലിയൊരു തോതിൽ അത് പ്രമേഹവും മറ്റ് സാധനങ്ങളും ഒക്കെ അതിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പോളിഷ് റൈസ്, പിന്നെ സയൻറ്റിഫിക് പഠനങ്ങളുണ്ട്. പോളിഷ് റൈസിൻ്റെ കൺസംഷൻ കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സയൻറ്റിഫിക് പഠനങ്ങൾ നമുക്കുള്ളതാണ്. അപ്പം ഒരു തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായി അവരെ വലിച്ച് ഈ മോഡേൺ ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവരേണ്ടത് ഉണ്ടോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രാദേശികമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അതൊരു എന്താ പറയുക, ഒരു നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതിന് പകരം അതൊരു ലോക്കൽ ലെവലിൽ, ഒരു വോളണ്ടിയർ ലെവലിലും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. കാരണം നമുക്കറിയില്ല അവിടെ എന്തൊക്കെ അസുഖങ്ങൾക്ക് എന്തൊക്കെ ചികിത്സ കൊടുത്തിരുന്നു എന്നുള്ളത് പലപ്പോഴും ഈ മുഖ്യധാര സംവിധാനങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഉത്തരം. ഇപ്പം മുറികൂട്ടി എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്, മുറികൂട്ടി അയ്യപ്പാനാന്നൊക്കെ പറയും. അതൊക്കെ ബെനിഫിഷ്യൽ ആയിരുന്നു. കാരണം നമുക്ക് രോഗികൾ പോയി വരുന്ന അറിയാം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാലിൽ വലിയൊരു അൾസർ, ഒരു 20 വർഷമായിട്ടുള്ളൊരു അൾസറുള്ളൊരു ആൾ വന്നിരുന്നു. അത് നമ്മളെന്തോ ഒരു സർജറിയോ എന്തൊക്കെയോ പറഞ്ഞു. അയാളെ പിന്നെ കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് അയാളൊരു 3 മാസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നത് മുഴുവൻ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം 10-18 വർഷമായിട്ടുള്ളൊരു അൾസറാണ് അത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ വയനാട് മേഖലയിൽ ഏതൊരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് ചെയ്ത് വന്നതാണ്. എല്ലാവരും അങ്ങനെയാണ്, എല്ലാ അസുഖങ്ങൾക്കും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ബ്രാൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്താ പറയുക, നെല്ലും പതിരും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നമ്മൾ എന്താ പറയുക, ശാസ്ത്രജ്ഞരും മോഡേണൈസ്റ്റും ആണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന് അത് തിരിച്ചറിയാൻ പറ്റണം. കള്ളനാണയങ്ങൾ അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. അപ്പം പക്ഷേ നാട്ടുവൈദ്യം എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയുള്ള ഒരു സാധനമാണ്. അത് എന്താ പറയുക, അവരെ അതിൽ നിന്ന് പിന്നോട്ട് നയിക്കുകയല്ല വേണ്ടത്. അതിനെ നമ്മൾ ഇൻക്ലൂസീവ് ആക്കുകയാണ് വേണ്ടത്. അതിൽ നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. എല്ലാത്തിനും ഈ സാധനം കൊടുത്തോളണം എന്ന് ഞാൻ യോജിക്കുന്നില്ല. നമുക്കിവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഭക്ഷണത്തിലേക്ക് എങ്ങനെ തിരിച്ചു പോക്ക് സാധിക്കും? ഭക്ഷണം വലിയൊരു പ്രശ്നമാണ്. ഭക്ഷണം നമ്മൾ ഈ പറഞ്ഞില്ലേ, റേഷനരി നമ്മുടെ ഫിസിയോളജിക്കും അല്ല. നമ്മൾ പിന്നെ ഒരു തലമുറ കഴിച്ച് ശീലിച്ചതുകൊണ്ട് നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ടു എന്നുള്ളതാണ് ഉത്തരം. വളരെ നന്ദി ഈ ഇൻപുട്സിന് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നും. വളരെയധികം സൂക്ഷ്മതല പഠനങ്ങൾ ഈ കാര്യത്തിൽ വേണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കൂടി നമുക്ക് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ തോന്നുന്നു. പലപ്പോഴും വളരെ സ്ഥൂലതലത്തിലുള്ള മാക്രോ ലെവലിലുള്ള പൊതുവൽക്കരിക്കപ്പെട്ട പഠനങ്ങളാണ് ഇങ്ങനത്തെ പല കാര്യത്തിലുള്ളത്. പക്ഷേ
വ്യത്യസ്ത ഗോത്ര വിഭാഗക്കാർക്കിടയിൽ എന്തുകൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നു. ഈ രീതിയിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് എത്രത്തോളം പരിസ്ഥിതിയും ആരോഗ്യവും സാമൂഹിക കാഴ്ചപ്പാടുകളും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നത്. വളരെ നന്ദി ഡോക്ടർ, ഈ ഒരു താങ്ക് യു സർ. സെഷന്. താങ്ക് യു ഓൾ.